ദ ആർട്ട് ഓഫ് സേയിങ് നോ. ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോ പറയേണ്ട സമയത്ത് അബ്രപ്റ്റ്ലി, റൂത്ത്ലെസ്ലി നോ പറയേണ്ടത്. പക്ഷെ അത് ആരോടാണ്? നിങ്ങളുടെ മനസ്സിലിപ്പോൾ വന്നിരിക്കുന്നത് എംപ്ലോയീസിനോട്, സഹപ്രവർത്തകരോട് ആണ്? അല്ല, നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് നോ പറയേണ്ടത്. എപ്പോഴാണ് നോ പറയേണ്ടത്? നിങ്ങളുടെ ബിസിനസ്സിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള പ്രവണത നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ ആ പ്രവണതയോടാണ് നോ പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു എംപ്ലോയി, അദ്ദേഹത്തെ ഫയർ ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു വാർണിംഗ് കൊടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളോട് ഏറ്റവും ആദ്യമേ അതിനൊരു സെക്കൻഡ് തോട്ടായിട്ട് അത് വേണ്ട എന്ന് നൽകുന്ന മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ എംപ്ലോയി കൊടുക്കേണ്ട രീതിയിലുള്ള വാർണിംഗ് ആണെങ്കിലും പണിഷ്മെൻ്റ് ആണെങ്കിലും നിങ്ങൾ അതിനെ മൃദുലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങളിലുള്ള ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ നിങ്ങൾ കിൽ ചെയ്യുകയും നിങ്ങളുടെ മാനേജ്മെൻറ്റ് സൈഡിനെ നിങ്ങൾ പരിപോഷിപ്പിക്കുകയും ചെയ്യണം. നോ, ദാറ്റ്സ് നോട്ട് സക്സസ് ഫോർ യുവർ ബിസിനസ്. എപ്പോഴാണോ നോ പറയേണ്ടത് ആ സാഹചര്യങ്ങളിൽ തന്നോടും അതേപോലെ സഹപ്രവർത്തകരോടും പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം.